ഡേ 10. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് നമുക്ക് ഡേ 9 ഒരു റീക്യാപ്പ് ചെയ്തിട്ട് തുടങ്ങാം. സോ വെൽക്കം ബാക്ക് ടു ഷോ ദാറ്റ് നെവർ എൻഡ്സ്. യു വാച്ചിങ് PBCM ബാംഗ്ലൂർ ബോൺ കൺഫ്യൂസ്ഡ് മല്ലു. അപ്പോൾ ഡേ 9 ഞാൻ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഡയറ്റിൽ നിന്നും ഒഴിച്ച് മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു ഐറ്റത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഫൈബർ ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഐ ബട്ടൺ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കയറി ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് ഡേ 10 അങ്ങോട്ട് തുടങ്ങാം. ഞാൻ കുറച്ച് ദിവസമായിട്ട് കേട്ടോണ്ടിരിക്കുന്നതാണ് ആ ഡയറ്റ് നല്ലതാണ്, ഈ ഡയറ്റ് നല്ലതാണ്, ഈ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുക, ആ മെത്തേഡ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു ക്യൂരിയോസിറ്റി കാരണം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പോണത് പോപ്പുലർ വെയ്റ്റ് ലോസ് ഡയറ്റിനെ പറ്റിയാണ് അറിയാൻ പോണത്. ഇതിൻ്റെ പോർഷൻ ഇത്തിരി കൂടുതലായതുകൊണ്ട് നമുക്ക് പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് കവർ ചെയ്യുക. സോ ദിസ് ഈസ് പാർട്ട് 1. ഇനി സമയം കളയണ്ട, നമുക്ക് ഒന്നിന്ന് തുടങ്ങാം. പാലിയോ ഡയറ്റ്. ഇതിൻ്റെ കാര്യം ഓർക്കുമ്പോഴൊക്കെ എനിക്ക് പലാസോ പാനിൻ്റെ കാര്യം ഓർമ്മ വന്നെ. പാലിയോ ഡയറ്റ് എപ്പോഴൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഗുഹക്കാത്ത്, അതായത് കേവ്മാൻ ടൈമാണ് ഞാൻ പറയണത്, ആ ഒരു സമയത്തുള്ള ഒരു ഡയറ്റ് പാറ്റേൺ ആണ് ഇത്. അപ്പോഴൊന്നും അഗ്രികൾച്ചറായിട്ട് നമ്മൾ ഒന്നും തുടങ്ങിയിട്ടില്ലായിരുന്നു. അത് കാരണം ഫുഡ് ഇൻടേക്ക് മെത്തേഡ് ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഹോൾ ഫുഡും ലീൻ പ്രോട്ടീൻ, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ് ആൻഡ് സീഡ്സ് മാത്രമാണ് കഴിക്കണം ഈ ഒരു പർട്ടിക്കുലർ ഡയറ്റിൽ. ആൻഡ് പ്രോസസ്ഡ് ഫുഡ്, ഷുഗർ, ഡയറി പ്രോഡക്ട്സ് ആൻഡ് ഗ്രെയിൻസ് ഏത് രീതിയിലുള്ള ഒരു ഗ്രെയിൻസും നമ്മൾ അവോയ്ഡ് ചെയ്യണതായിരിക്കും. ഈ ഡയറ്റിലെ വെയ്റ്റ് ലോസ് എങ്ങനെയെന്ന് പറഞ്ഞാൽ നല്ലൊരു സിഗ്നിഫിക്കൻറ്റ് വെയ്റ്റ് ലോസ് ഉണ്ടാവും. പിന്നെ നിങ്ങളുടെ വേസ്റ്റ് സൈസ്, അതായത് ഹിപ്പ് സൈസ് കുറയും. നിങ്ങൾക്ക് ലവ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു ഡയറ്റ് ചെയ്യണ കാരണം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. ബെനിഫിറ്റായിട്ട് നമ്മുടെ ഹെൽത്ത് റിസ്ക് ഫാക്ടേഴ്സ് കുറക്കും. അതായത് ഹാർട്ട് ഡിസീസ്, കൊളസ്ട്രോള്, ബ്ലഡ് ഷുഗർ, പിന്നെ ബ്ലഡ് പ്രഷർ, ഈ മാതിരി സാധനങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ ഈ ഡയറ്റ് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ ഡയറ്റാണ് വീഗൻ ഡയറ്റ്. ഞാനൊരു പ്യുവർ നോൺ വെജിറ്റേറിയൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഈ ഒരു സംഭവം വായിച്ചെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടി. വീഗനിസം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിക്റ്റ് ഫോം ഓഫ് വെജിറ്റേറിയനിസമാണ്. ഇവിടെ ആനിമൽ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യൂല. ആനിമൽ പ്രോഡക്ട്സും ഡയറി പ്രോഡക്ട്സും ഒന്നും യൂസ് ചെയ്യൂല. ഇതിൻ്റെ ഒരു മെയിൻ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കാലറി നോക്കാണ്ട് ഭക്ഷണം കഴിക്കാം. എസ്പെഷ്യലി ഒരു പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഫാറ്റും ഹൈ ഫൈബറുമാണ്. അപ്പോൾ ഞാൻ ഫൈബർ ലാസ്റ്റ് വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ ഫൈബർ ആയതുകൊണ്ട് തന്നെ ഇത്തിരി സാധനം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറഞ്ഞ പോലെ തോന്നും. പിന്നെ കുറേ നേരത്തേക്ക് നമുക്ക് വിശക്കൂല. ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി കാലറി ഡെഫിസിറ്റിലോട്ട് ആയിട്ട് നമ്മൾ വെയിറ്റ് കുറയണതാണ്. ഈ ഡയറ്റ് എന്തൊക്കെ ഓക്കെ ആണെന്ന് പറഞ്ഞാലും ഞാൻ ഇതിൻ്റെ ഒരു മെയിൻ ഡൗൺ സൈഡായിട്ട് കാണുന്നത് നമുക്ക് വിറ്റമിൻ B12, ഡി, അയോഡിൻ, കാൽഷ്യം, അയൺ, സിങ്ക്, ഒമേഗ 3 ഫാറ്റി ആസിഡൊക്കെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡെഫിഷ്യൻസി ക്രിയേറ്റ് ആകും നമ്മുടെ ബോഡിയിൽ. നമ്മൾ മീറ്റും ഡയറി പ്രോഡക്ട്സും കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണ കാരണം നിങ്ങൾ ഇതെല്ലാം അവോയ്ഡ് ചെയ്ത് ഡെഫിഷ്യൻസി ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ഇതിനുള്ള സപ്ലിമെൻറ്റ് കഴിക്കാൻ തുടങ്ങും. ഈ എല്ലാ പറഞ്ഞ വിറ്റമിൻസിൻ്റെയും കാര്യത്തിന് വേണ്ടി. ഒരിക്കലും ഞാൻ ഒരു ഡയറ്റ് ചെയ്യണത് എൻ്റെ ഹെൽത്ത് സ്പോയിൽ ചെയ്യാനായിരിക്കരുത് എന്നുള്ളൊരു മോട്ടീവ് വെച്ചിട്ടാണ് ഐ നീഡ് യു ഗൈസ് ടു അണ്ടർസ്റ്റാൻഡ് ഹെൽത്ത് സ്പോയിൽ ചെയ്യണ ഒരു സാധനം ഒരു ഡയറ്റ് അല്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി ചെയ്യണതാണ് ഒരു ഡയറ്റ് എന്നുള്ളത്. തേർഡ് വൺ, ലോ കാർബ് ഡയറ്റ്. ലോ കാർബ് ഡയറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വന്നത് കീറ്റോ ഡയറ്റ് ആണ്. ബട്ട് കീറ്റോ ഡയറ്റ് ഇതിലൊരു ചെറിയ ഭാഗം മാത്രമാണ്. ലോ കാർബ് ഡയറ്റിൽ 20 തുടങ്ങി 150 ഗ്രാം ഓഫ് കാർബ്സ് വരെ ഒരു ദിവസം നമുക്ക് ലിമിറ്റ് ചെയ്ത് കഴിക്കാവുന്നതാണ്. വേറാസ് കീറ്റോയിൽ ഈ സീനെ വേറെയാണ്. ഈ ഡയറ്റിൽ നമ്മൾ പ്രോട്ടീനും ഫാറ്റ് ഇൻടേക്ക് കൂട്ടി കാർബ്സ് ലിമിറ്റ് ചെയ്തിട്ടാണ് ഈ ഡയറ്റ് ചെയ്യണത്. ഇങ്ങനെ ചെയ്യണ കാരണം നിങ്ങൾക്കുള്ളൊരു നല്ലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ഒബേസ് ആയത് മീൻസ് തടി കൂടിയ ഒരാൾക്ക് ഓർഗൻസിന് ചുറ്റിനുമുള്ള ഫാറ്റ് വിച്ച് ഇസ് വിസറൽ ഫാറ്റ് അത് കുറയ്ക്കാൻ ഇതൊരു നല്ലൊരു മെത്തേഡാണ്. നമ്മൾ ഈ ഡയറ്റ് ചെയ്യണതുകൊണ്ട് നമ്മുടെ വിശപ്പ് ടോട്ടലി കുറയും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. പിന്നെ ഒരു ഡൗൺ സൈഡ് എന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും സൂട്ടബിൾ അല്ല. ഇതെന്താണ് എല്ലാവർക്കും സൂട്ടബിൾ അല്ലാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ബട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്കൗട്ട് ചെയ്യും എന്തിനാണെന്ന് അറിയാൻ വേണ്ടി. ഫോർത്ത് വൺ, ഡുങ്കൻ ഡയറ്റ് അല്ലെങ്കിൽ ഡ്യൂക്കൻ ഡയറ്റ്. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ എനിക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞുകൂടെ ഒന്ന് പഠിപ്പിച്ച് തരാൻ പറ്റുകയാണെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ത്രൂ ഒന്ന് പഠിപ്പിച്ചത് ഐ വിൽ ബി റിയലി ഗ്രേറ്റ്ഫുൾ. ഈ ഡയറ്റിന് 4 ഫേസുകളല്ലോ. ആദ്യത്തെ ആഴ്ച വെയിറ്റ് കുറക്കും, രണ്ടാമത്തെ ആഴ്ച വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും, മൂന്നാമത്തെ ആഴ്ച വെയിറ്റ് കുറക്കും, നാലാമത്തെ ആഴ്ച തിരിച്ചും ആ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മുടെ കൺസ്യൂമിങ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ച ഹൈ പ്രോട്ടീൻ ലോ കാർബ് ആയിരിക്കും, രണ്ടാമത്തെ ആഴ്ച കാർബിൻ്റെ അമൗണ്ട് കൂട്ടി ഫാറ്റ് ഇത്ര ആഡ് ചെയ്ത് എന്താണ് നമ്മുടെ പ്രോട്ടീൻ ഇത്ര അങ്ങനെ നല്ലോണം കുറക്കും. ഇത് തന്നെയാണ് മൂന്നാമത്തെ ആഴ്ചക്കും നാലാമത്തെ ആഴ്ചക്കും ഈ 2 സ്റ്റെപ്പ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യണത്. ഇതിലുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ മേജർ വെയിറ്റ് ലോസ് ഉണ്ടാകും. ആൻഡ് ഇതൊരു പ്രോപ്പറായിട്ട് ചെയ്യണമെങ്കിൽ ഒരു 8 തുടങ്ങി 10 ആഴ്ചക്കുള്ളിൽ 15 കിലോ വരെ കുറയ്ക്കാൻ പറ്റും. ഇതിൻ്റെ വേറെ ബെനിഫിറ്റ് ഒന്നും ഞാൻ വായിച്ച ഒരു ആർട്ടിക്കലിനും എടുത്തെഴുതിയിട്ടില്ല. ഇതിനെപ്പറ്റി ആരും അധികം അങ്ങനെ റിസർച്ച് ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഈ ചാനലിൽ പുതിയാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ആസ് ഐ ഓൾവേസ് സേ, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സീ യു സൂൺ. ബൈ.